കർണാടകയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കോളേജിലെ ഒരു അവധി ദിവസത്തെ ഹോസ്റ്റൽ വ്ലോഗാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പ്രോജക്റ്റൊക്കെ തീരുന്നതനുസരിച്ച് ഫ്രണ്ട്സൊക്കെ കോളേജ് വിട്ട് പോകുന്ന ടൈമായിരുന്നു. എൻ്റെ പ്രോജക്റ്റ് തീരാതെ ഹോസ്റ്റലിൽ എല്ലാവരെയും യാത്ര അയച്ച് നിൽക്കുന്ന സമയത്തെ ഒരു ഹോസ്റ്റൽ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വളരെയധികം ഒറ്റപ്പെടലും ശോകവുമായിട്ട് നിൽക്കുന്ന ദിവസങ്ങളായിരുന്നു ഇത്. എൻ്റെ പ്രോജക്റ്റ് തീർന്നാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വർക്കൊക്കെ തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത ഒരു ചെറിയ വ്ളോഗാണിത്. ഒരു ദിവസത്തെ വ്ളോഗ് ചുമ്മാ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് നോക്കുമ്പോൾ ഹോസ്റ്റലിലെ ഓർമ്മകളൊക്കെ കിട്ടുമല്ലോ. അപ്പം ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ. എന്നാലും ഞാൻ എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് എഡിറ്റ് ചെയ്ത് ഇടുവാണ്. ഇതൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റു. ചെറുതായൊന്ന് ഓടിയിട്ട് വരാമെന്ന് വെച്ചു. ഇങ്ങനെ ഒരു ജോഗിങ് ശീലം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു ശീലമാണിത്. പിന്നെ ഇന്നാണെങ്കിൽ ഓടാനായിട്ട് 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. ക്യാമ്പസിനകത്തൂടെ കുറേ വഴികളുണ്ട്. NIT കർണാടകയ്ക്ക് സ്വന്തമായിട്ടൊരു ബീച്ചുണ്ട്. നമ്മുടെ യൂഷ്വൽ വഴി ഓടി ബീച്ചിലെത്തി. ഞങ്ങളുടെ കോളേജിൻ്റെ സ്വന്തം ബീച്ച്. അപ്പോൾ കുറച്ച് നേരം അവിടെ തിരയെണ്ണിയൊക്കെ ഇരുന്നിട്ട് തിരിച്ചൊരു 7:30 ആകുമ്പോൾ തിരിച്ചെത്തും. അപ്പോഴേക്കും വിശന്ന് തുടങ്ങിയിരിക്കും. സാറ്റർഡേ ആയതുകൊണ്ട് 8 മണിക്ക് മെസ്സ് ഓർക്കും. അങ്ങനെ കറക്റ്റ് ടൈമിൽ വിശന്ന് വലഞ്ഞ് മെസ്സിലെത്തി. ആലു പൊറോട്ടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ചമ്മന്തിയും കടല വേവിച്ചതും ചായയും ഒക്കെ കഴിച്ചു. തിരികെ റൂമിലെത്തി. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് അലങ്കോലമായി കിടക്കുന്ന റൂമായിരുന്നു. അപ്പോൾ ഒന്ന് അടുക്കി പെറുക്കാൻ തീരുമാനിച്ചു. ഇന്ന് അവധിയാണ് കേട്ടോ. സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് അവധിയാണ്. നമുക്ക് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ റൂമിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അപ്പോൾ നിരന്ന് കിടന്ന സാധനങ്ങളൊക്കെ ഒതുക്കി, തുണികൾ മടക്കി, റൂം അടിച്ചു വാരി, അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി സെറ്റാക്കി. അവധി ദിവസങ്ങൾ മാത്രം നടക്കുന്ന ഒരു ആചാരമാണിത്. ഇനി കുറച്ച് ഡ്രസ്സ് അലക്കാനുള്ള ശ്രമത്തിലാണ്. തുണികളും ബക്കറ്റും ഒക്കെ ആയിട്ട് അലക്കുന്ന ഏരിയയിലെത്തി. കുറച്ച് കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ അലക്ക ഏരിയ. ബിഫോർ കൊറോണ ഇവിടെ ഒരു വർക്ക് ചെയ്യുന്ന വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഒരു പുരാവസ്തു പോലെ ആ സൈഡിൽ ഇരിക്കുകയാണ്, ആർക്കും യൂസ് ഇല്ലാതെ. വലിയ തുണികളൊക്കെ ഞാൻ സോപ്പ് പൊടിയിൽ കുറച്ച് നേരം മുക്കിയിട്ടിട്ടാണ് അലക്കിയത്. പിന്നെ വേറെ കുട്ടികളും അതുപോലെ എന്നെ പോലെ തന്നെ ബക്കറ്റിൽ മുക്കിയിട്ടിട്ട് പോയിട്ടുണ്ട്. ബക്കറ്റിൽ തുണിയൊക്കെ സോപ്പ് പൊടിയിൽ മുക്കിയിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന അഴയിൽ വേണം വിരിച്ചിടാൻ. പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 11 മണിയായിരുന്നു. വിയർപ്പൊക്കെ മാറിയിട്ട് കുളിക്കാമെന്ന് വെച്ച് ലാപ്ടോപ്പ് ഓണാക്കി. അങ്ങനെ എൻ്റെ പ്രോജക്റ്റ് വർക്കിൽ വ്യാപൃതയായിട്ടിരുന്നു. അങ്ങനെ ഇരുന്നങ്ങ് 1 മണിയായി. നീരാടാൻ ഇറങ്ങിയപ്പോൾ വേഗം പോയി കുളി കഴിഞ്ഞ് ലഞ്ചിനായിട്ട് മെസ്സിലോട്ട് ഓടി. രണ്ട് മണിക്ക് മെസ്സ് ക്ലോസ് ചെയ്യും. ലഞ്ചിന് കിട്ടിയത് ചപ്പാത്തി, ചോറ്, കേട്, ബീട്രൂട്ട് തോരൻ, അച്ചാറ്, പിന്നെ രജിമ എന്ന് പറഞ്ഞിട്ടുള്ള പയറിൻ്റെ ഒരു കറി, അതൊക്കെയാണ് കിട്ടിയത്. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും കിട്ടിയിട്ടോ. വൈകിയത് കൊണ്ട് തന്നെയായിരുന്നു കഴിക്കാനുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുന്നതാണ്. എൻ്റെ വീണ്ടും റൂമിലെത്തി. ഞാൻ കട്ട മോട്ടിവേഷനിലാണ്. എനിക്ക് വർക്ക് തീർത്ത് വേഗം വീട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. വൈകിട്ട് സ്നാക്സിന് സാറ്റർഡേ ആയതുകൊണ്ട് വെജ് പഫ്സ് ആണ് ഉണ്ടായിരുന്നത്. അതും ഇടയ്ക്ക് കഴിക്കാൻ പോയി. പിന്നെ വീണ്ടും കുറച്ച് നേരം എൻ്റെ വർക്കിലോട്ട് കടന്നു. 6:30 ആയപ്പോൾ വർക്കൗട്ടിനായിട്ട് എണീറ്റു. ലാപ്ടോപ്പിന് മുന്നിൽ കുത്തിയിരുന്നിട്ടുള്ള ജോലിയാണ് ദിവസം മുഴുവൻ. അപ്പോൾ ചെറിയ വർക്കൗട്ടൊക്കെ ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ചില ദിവസം പാട്ടിട്ട് ഡാൻസ് ആയിരിക്കും, ചിലപ്പോൾ വർക്കൗട്ടും. ഇന്ന് പാട്ട് വെച്ച് ചെറിയൊരു എക്സസൈസ് ആയിരുന്നു. കൈയും കാലൊക്കെ അനക്കി കഴിയുമ്പോൾ നല്ല സുഖം. അല്ലെങ്കിൽ ഇരുന്ന് നമുക്ക് നടുവേദനയും കഴുത്തുവേദനയും ഒക്കെ വരും. എന്നിട്ട് തല നനച്ച് ഒരു കുളി കൂടെ പാസ്സാക്കി. ഇന്ന് ഡിന്നറിന്
ഞങ്ങൾ 3 പേര് കൂടെ മഞ്ജു റോഷനൊക്കെ കൂടെ ചിക്കൻ ടിക്ക ബിരിയാണി ആകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ മഞ്ജുൻ്റെ റൂമിലെത്തി ഞങ്ങൾ 3 പേരും കൂടി ഓർഡർ ചെയ്ത് വരുത്തിയ ബിരിയാണി കഴിച്ചു. പിന്നെ ഞാൻ റൂമിലെത്തി വീട്ടിലോട്ട് വിളിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചു. പിന്നെ കുറച്ച് നേരം പണ്ടത്തെ ഉപ്പുമുളക് എപ്പിസോഡ് കണ്ടു, പിന്നെ കുറച്ച് വാർത്ത കണ്ടു. അങ്ങനെ വീണ്ടും പണിയിലോട്ട് കടന്നു. പണിയെടുത്ത് മടുത്ത ശേഷം ഉറക്കത്തിലേക്ക്. ഹോസ്റ്റലിൽ തന്നെ തീർന്നു പോയൊരു ദിവസമായിരുന്നു, പക്ഷെ ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. എന്തായി എൻ്റെ പ്രോജക്റ്റ് വർക്ക്, ഞാൻ വെക്കേറ്റ് ചെയ്ത് പോയോ എന്നൊക്കെ അറിയാനായിട്ട് കാത്തിരിക്കുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ കുറേ ട്രാവൽ വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ബൈ ബൈ.